1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. നിത്യസാധനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ സ്ഥാപനം ഇവർക്ക് നൽകുന്ന ഒരു കരുണയും കരുതലും വാത്സല്യവുമുണ്ട്. അതിന് ഇവിടുത്തെ സിസ്റ്റേഴ്സ് വലിയ ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുക. അവിടെ വിളിക്കനുസരിച്ച് വിളിക്ക് യോഗ്യമായ ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോ അമ്മമാരെയും തങ്ങളുടെ അമ്മമാരായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അമ്മമാരെ ഊട്ടുന്നതും അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളിലും ഈ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. ഇവർക്കായി അവരുടെ ടൈമും ആരോഗ്യവും എല്ലാം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് എല്ലാം പ്രവർത്തിക്കുമ്പോൾ അത് സർവേശ്വരൻ്റെ വലിയ കാരുണ്യമാണെന്ന് ഞാൻ തിരിച്ചറിയുക. അവിടുന്ന് ഈശോ നൽകുന്ന ആ സ്നേഹം കൊണ്ട് മാത്രമേ ഇതെല്ലാം ചെയ്യുവാനായിട്ട് ഇവർക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ ഈ നിമിഷം ഈശോയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുക. ദൈവം നൽകുന്ന കൃപയും കാരുണ്യവും സ്നേഹവും അതേപോലെ തന്നെ ഈ അമ്മമാർക്ക് പകർന്നു നൽകുന്നതിൽ ഞാൻ ഇവരോട് നന്ദി പറയുക. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
മേരിമക്കൾ സന്യാസിനി സമൂഹത്തിൻ്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്കുള്ള അനാഥാലയങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ, മാനസികമായും ശാരീരികമായും ഉള്ള വൈകല്യങ്ങളുടെ പേരിൽ സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവരും പരിത്യജിക്കപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരുമായ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ, ഭവനരഹിതരും സഹനമനുഭവിക്കുന്നവരുമായ സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള ഭവനങ്ങൾ, കുഷ്ഠരോഗബാധിതരായ കുടുംബങ്ങൾക്കും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സഹോദരങ്ങൾക്കും വേണ്ടിയുള്ള ഭവനങ്ങൾ, സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന സ്ത്രീകളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങൾ, കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഹോസ്റ്റലുകൾ, ബോർഡിങ്ങുകൾ, ജയിൽ മിനിസ്റ്ററി തുടങ്ങിയവയാണ്. ഈ തരുണത്തിൽ 1998 ഏപ്രിൽ 23 ഈ പോത്തങ്കോട് ഈ കരുണാലയം സ്ഥാപിതമായത്. 9 അംഗങ്ങളെ കൊണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണിത്. ഇന്ന് ഇത് 100ഓളം സഹോദരങ്ങൾ ഈ ഭവനത്തിൽ മാനസികമായും ശാരീരികമായും വേദനകളിലും ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളും അനുഭവിക്കുന്ന സഹോദരങ്ങൾ കർത്താവിൻ്റെ കരുണയുടെ മുഖം ഈ ഒരു ഭവനത്തിലായിരുന്നു കൊണ്ട് കണ്ടെത്തിക്കൊണ്ട് കാരുണ്യവും സ്നേഹവും സ്വാന്തനവും അനുഭവിക്കുന്നു. ഈ നാളുകളിൽ ഈ സ്ഥാപനത്തിലൂടെ അനേകം സഹോദരങ്ങളെ ഈ ഒരു കാരുണ്യത്തിൻ്റെ മുഖം ദർശിക്കുവാൻ, കർത്താവിൻ്റെ കരുണയുടെ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിച്ചതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട്. മരുവിൽ തുറന്നൊരുറവയതായി മനസ്സിൽ കുളിർമയാമരുവി തെളിനീർ കണങ്ങളായി വന്നു ഒഴുകി നിറഞ്ഞെങ്ങും ആനന്ദമായി. ദാഹമിന്നകന്നു പോയി നിറഞ്ഞു ഇന്നെന്നുള്ളം, ദാഹമിന്നകന്നു പോയി നിറഞ്ഞു ഇന്നെന്നുള്ളം. താരകങ്ങളെ താഴെ വന്നുവോ, താമരപ്പൂവ് പോലൊരു കുഞ്ഞായി താഴെ ഇറങ്ങി വന്നുവോ. താരാട്ട് പാടാൻ താലോലമാട്ടാൻ താരകങ്ങളെ. ഡോക്ടേഴ്സിൻ്റെ സേവനം ഇവിടെ വളരെ വലുതാണ്. സാമൂഹ്യ പ്രവർത്തകരുടെ സേവനവും വളരെ വലുതാണ്. പേരൂർക്കട മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ നിന്നും ഇവർക്കുള്ള മെഡിസിൻസ് എല്ലാം കൃത്യമായി ലഭിച്ചു വരുന്നു. ഒപ്പം തന്നെ ഫാമിലി ഹെൽത്ത് സെൻ്റർ തോന്നയ്ക്കലിൽ നിന്നും വേണ്ടതായിട്ടുള്ള ഫിസിക്കൽ മെഡിസിനും നമുക്ക് ലഭിച്ചു വരുന്നു. എന്നാൽ ആയുർവേദ മെഡിസിനും ഹോമിയോ മെഡിസിനും ഈ ഭവനത്തിൽ ഡോക്ടേഴ്സ് വന്ന് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ മക്കൾക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ദൈവം ഓരോ നിമിഷവും ആവശ്യമായ കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് എല്ലാം ദൈവം ഓരോ നിമിഷവും ഇവർക്ക് വേണ്ടി ചെയ്തു തരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ആവശ്യങ്ങൾ ഓരോന്നും ദൈവത്തിനു മുമ്പിൽ ഇവർ പ്രാർത്ഥനയോടെ എല്ലാ പ്രഭാതത്തിലും 8 മണി മുതൽ 1 മണി വരെയും നിത്യമായിട്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ ആരാധന നടത്തി ഈ ഭവനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു വരുന്നു. ആയതിനാൽ ഇന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കൂടുതൽ സമയം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും ഈ ഭവനം ശാന്തമായി ഈ 97 പേരോടുകൂടി മുൻപോട്ട് പോകുവാനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ദൈവത്തിന് തന്നെ മഹത്വം കൊടുക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ വ്യാഴാഴ്ചകളിലാണ് കൺസൾട്ടേഷൻ. എൻ്റെ കൂടെ ഒരു മെഡിക്കൽ ഓഫീസറുണ്ട്, ഡോക്ടർ പ്രവിതകുമാരി, പിന്നെ നാഷണൽ ആയുഷ് മിഷൻ്റെ കീഴിലുള്ള രമാകുമാരി. ഞങ്ങൾ 3 പേരുമാണ് കൺസൾട്ടേഷൻ സാധാരണ വരാറുള്ളത്. ഞങ്ങളുടെ കീഴിൽ ഇവിടെ ഹൗസ് ഏജൻസായിട്ട് ഒത്തിരി കുട്ടികൾ വരാറുണ്ട്. അവർക്കൊരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും അവർ ഞങ്ങളോടൊപ്പം ഇവിടെ സന്ദർശിക്കാറുണ്ട്, രോഗികളെ കാണാറുണ്ട്. അവരോടൊത്ത് ഞങ്ങൾ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറോളം ഞങ്ങൾ ചിലവഴിക്കാറുണ്ട്. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അവർ വന്നിട്ട് ഞങ്ങളോട് പറയും. അവർക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ അത്രയും പറയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസം നൽകാനും
അതോടൊപ്പം തന്നെ ഈ മറ്റു മരുന്നുകളുടെ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആയുർവേദ മരുന്നുകൾ അവർക്ക് നൽകാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ സിസ്റ്റർമാർ കൃത്യമായിട്ടും ഞങ്ങളെ വിളിക്കുകയും ഇവരുടെ കാര്യങ്ങൾ പറയുകയും ആദ്യകാലങ്ങളിൽ സിസ്റ്റേഴ്സ് തന്നെ അവിടെ വന്ന് മരുന്ന് കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ കൺസൾട്ടേഷൻ്റെ ഭാഗമായി ഞങ്ങൾ ഇവിടെ വന്ന് രോഗിയെ പരിശോധിച്ചിട്ട് അവർക്ക് ആവശ്യമായ മരുന്നുകൾ ആശുപത്രിയിൽ നിന്നും ഇവിടെ എത്തിക്കാറാണ് പതിവ്. എല്ലാവിധ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കാറുണ്ട്. വാർഡിൽ നിന്നായാലും പഞ്ചായത്തിൽ നിന്നായാലും ഇവർ വിളിക്കുമ്പോൾ ഏത് സമയത്തും ഏത് കാര്യത്തിനും നമ്മളിവിടെ എത്താറുണ്ട്. എത്തി ഇവിടെയുള്ളവരുടെ അമ്മമാരുടെ എല്ലാവിധ കാര്യങ്ങളും നോക്കാറുണ്ട്. പിന്നെ ഓണത്തിന്, ക്രിസ്മസിന്, പെരുന്നാളിന് അങ്ങനെ എല്ലാ ആഘോഷങ്ങളും ഇവിടെ അമ്മമാരോടൊത്ത് നമ്മൾ പഞ്ചായത്തിൽ നിന്നുമൊക്കെ വന്ന് നടത്താറുണ്ട്. മിനിസ്റ്റർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കഴിഞ്ഞ ക്രിസ്മസ് സെലിബ്രേഷന് നമ്മുടെ GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. മന്ത്രിയും MLAയും MP ഒക്കെ ഇവിടെ സന്ദർശിക്കാറുണ്ട്. അവരുടെ ആവശ്യങ്ങളൊക്കെ നമ്മളോടും വരുന്ന ഈ ജനപ്രതിനിധികളോടൊക്കെ അവർ പറയാറുണ്ട്. അതൊക്കെ അവർക്ക് നേടിക്കൊടുക്കാറുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും വീട്ടിൽ പോകാനുള്ള ഒരു വെമ്പലാണ് നമ്മളോട് പറയാറുള്ള ഒരു പരാതി. അവർക്ക് വീട്ടിൽ പോകണം. അപ്പോൾ അവരെ കൊണ്ടാക്കുന്നവർ വന്നാൽ മാത്രമേ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുപോകാൻ അവരുടെ കൂടെ അയക്കാൻ പറ്റുള്ളൂ. ആ ഒരു വിഷമം ചില അമ്മമാരൊക്കെ നമ്മളോട് പങ്കിടാറുണ്ട്. പിന്നെ നമുക്കിവിടെ പഞ്ചായത്തിൽ നിന്നുള്ള പെൻഷനൊക്കെ ഇവർക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ബാക്കി പിന്നെ എന്തെന്ന് വെച്ചാൽ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളെപ്പോഴും ഇവിടെ എത്താറുണ്ട്. എൻ്റെ പേര് സെലിൻ ജോസ്. ഞാൻ എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഒരു 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഞാനിവരെ സ്റ്റിച്ചിങ് പഠിപ്പിക്കാനായിട്ട് വന്നിട്ട് 1 വർഷത്തോളമായി. 15ഓളം പേര് പഠിക്കുന്നുണ്ട്. നമ്മളവരെ കാണുന്നത് പോലെയല്ല, ഇവർക്ക് നല്ല കഴിവാണ്. ഇവർ പുറത്തുപോയി കാണുന്നത് പോലെയല്ല. ഇവരുടെ ഉള്ളിൽ ഇവർ സ്റ്റിച്ചിങ് പഠിച്ചിട്ടുള്ളവരുണ്ട്, വീട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നവരുണ്ട്. അപ്പോൾ എനിക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലായിരുന്നു അവരെ പഠിപ്പിക്കാനായിട്ട്. നമ്മുടെ ലിനി, ഷജില, പിന്നെ സന്ധ്യ, ശാന്തിനി, അങ്ങനെ കുറേ പേരുണ്ട്. അവരെല്ലാം നന്നായിട്ട് തയ്ക്കുന്നവരാണ്. അവർ ചുരിദാർ, ബ്ലൗസ്, ചുരിദാറിൻ്റെ പാൻറ്റ്, പിന്നെ അവരുടെ പെറ്റിക്കോട്ട്, കുഞ്ഞുങ്ങളുടെ പാവാട, അതൊക്കെയാണ് ഈ തച്ച് വച്ചിരിക്കുന്നത്. പിന്നെ എനിക്കിവിടെ വന്നതിന് ശേഷം നല്ല സന്തോഷമുണ്ട്. കാരണം ഇവരുമായിട്ട് കൂടുതൽ ഇടപെടാനും ഇവരുടെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ അവരോട് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. നല്ല സന്തോഷമാണ് എനിക്കിവിടെ വന്നതിൽ. ഇന്ന് ലോകത്ത് പല ഇടങ്ങളിലും ഇതേപോലെ അമ്മമാർ ഒറ്റപ്പെട്ട അവസ്ഥയിൽ അവരെ ചേർത്ത് നിർത്തുവാൻ ആളില്ലാതെ വിഷമിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഈ ഭവനത്തിലെ അവരുടെ വാസമെന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നിറഞ്ഞതാണ്. ഈ പോത്തങ്കോട് പ്രദേശം മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആൾക്കാർ ഇവരെ വന്ന് കാണുകയും അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കും. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളൊക്കെ ഇവിടെ വന്ന് ഇവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകാറുണ്ട്. കാരണം അവരുടെയൊക്കെ വീടുകളിൽ എത്രയോ സുരക്ഷിതമായിട്ടാണ് അവർ ആയിരിക്കുന്നതും അവരുടെ മാതാപിതാക്കൾ അവരെ നോക്കുകയും ചെയ്യുന്നത്. ഇവരൊക്കെ നല്ല കുടുംബങ്ങളിൽ പിറന്നവരാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ഏതോ അവസ്ഥയിൽ ഇവർ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, അവർ ഇന്ന് ഈ ഭവനത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഈശോയോടുള്ള സ്നേഹത്തിൻ്റെ, ഈശോയുടെ മുഖമാണ് ഞങ്ങൾക്ക് അവരിൽ കാണാൻ കഴിയുന്നത്. പലപ്പോഴും ഇവരെ കാണുമ്പോൾ തന്നെ അതൊരു പ്രാർത്ഥനയായി, ഇവരുടെ ഇടയിൽ ചിലവഴിക്കുന്ന സമയം തന്നെ അതൊരു പ്രാർത്ഥനയായി മാറുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ആനന്ദം അത് മറ്റൊന്നാണ്. സമൂഹത്തിൻ്റെ ചൈതന്യം, സ്ഥാപകരുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ സേവനമനുഷ്ഠിക്കുവാൻ കിട്ടിയ ഈ ധന്യ നിമിഷങ്ങളെയൊക്കെ നന്ദിയോടാണ് ഞാൻ ഓർക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട അമ്മമാരുടെ അടുത്തും വളരെ സ്നേഹത്തോടെ ഇടപെടാനും അവർക്ക് വേണ്ട ചെറിയ ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും
ഈ എളിയവരിൽ ഒരുവൻ ചെയ്യുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള ആ ദൈവവചനം മനസ്സിൽ ഓർക്കുവാനും ജീവിതം ഒരു ആനന്ദമാക്കുവാനും സന്യാസ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിക്കുവാൻ ഈ പ്രിയപ്പെട്ട അമ്മമാരുടെ കൂടെയുള്ള ജീവിതം ഏറ്റവും സഹായകമാണ്. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം, സ്വസ്ഥമായുറങ്ങിട സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. എൻ്റെ പേര് ഡോക്ടർ മീനു ജയകുമാർ. ഞാനിവിടെ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ, പോത്തങ്കോട് ഹോസ്പിറ്റലിൽ സീനിയർ ഹൗസ് സർജനായിട്ട് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ കരുണാലയത്തിൽ എല്ലാ സെക്കൻഡ് വ്യാഴാഴ്ചയും വരാറുണ്ട്, എല്ലാ മന്തിലും. ഇവിടെ വന്ന് പേഷ്യൻസിനെയൊക്കെ കാണും. കണ്ടിട്ട് അവരുടെ അസുഖ വിവരങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ടാവും. അതിനനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ മെഡിസിൻസ് അവർക്ക് കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇവിടെ വരും, അവരെല്ലാവരും കാണും. അവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കും. അവരുടെ വിഷമം, പിന്നെ അവരുടെ സന്തോഷങ്ങൾ, പിന്നെ അവരുടെ കഴിവുകളൊക്കെ പറയാറുണ്ട്. ചില സമയത്ത് പാട്ട് പാടാറുണ്ട്, ചിലർ ഡാൻസൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. ചിലപ്പോൾ ഇവിടെ വരുമ്പം എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരുടെ ഡാൻസൊക്കെ കാണാൻ പറ്റും, പാട്ട്, അവരുടെ കുറേ കഴിവുകളൊക്കെ കാണിക്കാറുണ്ട്. മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂത്തിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി, ഏനറിയില്ല ഏനറിയില്ല ഏലമണിക്കാട്ടിലെ മലങ്കുറവാ, ഏലമണിക്കാട്ടിലെ മലങ്കുറവാ, മുല്ലപ്പൂമ്പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. എൻ്റെ പേര് നികിത. ഞാൻ പോത്തങ്കോട് ആയുർവേദ ആശുപത്രിയിൽ ജൂനിയർ ഹൗസ് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങളിവിടെ എൻ്റെ സെക്കൻഡ് വിസിറ്റാണ് കരുണാലയത്തിൽ. ഞങ്ങളിവിടെ വന്നിട്ട് പേഷ്യൻസ് അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അവരുടെ സന്തോഷമുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയാറുണ്ട്. ഞങ്ങൾ അതുപോലെ തിരിച്ചും അവരെയും സമാധാനിപ്പിക്കുകയും സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും പറയാറുണ്ട്. പിന്നെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടിനനുസരിച്ച് മരുന്നുകളും കൊടുക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടി ഒരു പദ്ധതി ഞങ്ങൾ നടപ്പാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വരുന്നതും മരുന്നൊക്കെ കൊടുക്കുന്നതും. ഞാനിവിടെ വന്നത് ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട രീതിയിലാണ് വന്നത്. കാരണം ഞാൻ ഡിഗ്രി കഴിഞ്ഞൊരു ആളാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിന് കുഞ്ഞുമുണ്ട്. അപ്പം ഇവരുടെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്നെക്കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിട്ട്, അപ്പോൾ ഈ സ്ഥാപനം എൻ്റെ വീടിന് കുറച്ചടുത്തായിട്ടാണ്. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയാം. അതുപോലെ തന്നെ സിസ്റ്റേഴ്സുമായിട്ട് നല്ലൊരു ആത്മബന്ധമുണ്ട്. അതിൻ്റെ ഒരു അനുഭവത്തിൽ ഇവിടെ വന്ന് ഇവരോടൊപ്പം ആയിരുന്ന് എൻ്റെ കുറച്ച് സമയം ഇവർക്ക് വേണ്ടി ചെലവിടാനും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഇവർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വേറെ ഒന്നും കരുതിയിട്ടല്ല, എൻ്റെ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഞാനത് ചെയ്യുന്നതാണ്. ഇവരുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ നല്ല സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. മേരിമക്കൾ സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് സെൻറ്റ് മേരീസ് പ്രൊവിൻസിനെ സംബന്ധിച്ചും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഒരു സ്രോതസ്സാണ് ഈ സ്ഥാപനം എന്ന് പറയാം. ഇവിടെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ സ്നേഹവും ശുശ്രൂഷയും പരിഗണനയും അവരുടെ സ്നേഹവാത്സല്യങ്ങളൊക്കെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ അനുഭവിക്കാനായിട്ട് നിരവധി സന്ദർഭങ്ങളിൽ ഇടയായിട്ടുണ്ട്. കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഈ ഒരു ശുശ്രൂഷയിലൂടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ അഭിനന്ദിക്കുവാനും
അവരുടെ സ്നേഹ ശുശ്രൂഷകളെ വിലമതിക്കുവാനും സമൂഹത്തിൻ്റെയും പ്രോവിൻസിൻ്റെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. വന്ന കാലം മുതലേ കരുണാലയത്തിൻ്റെ നടത്തിപ്പ് പലപ്പോഴും നമുക്ക് ഒരു അത്ഭുതം തോന്നാറുണ്ട്. ഇത്രത്തോളം 100 ഇൻമൈറ്റ്സിനെ ഇപ്പോൾ രോഗികളുമായിട്ട് സംവദിക്കുന്ന അല്ലെങ്കിൽ രോഗികളുമായിട്ട് സഹകരിക്കുന്ന ഞങ്ങൾക്കറിയാം രോഗികളെ കൈകാര്യം ചെയ്യുന്നത് അഥവാ ഞങ്ങൾ നടത്തുന്ന ഒരു IP ഹോസ്പിറ്റലാണ്. അപ്പം സാധാരണ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രോഗികളെ തന്നെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ ഇത്രയും അധികം ആൾക്കാരെ വളരെ സൗകര്യപൂർവ്വം വളരെ സന്തോഷപൂർവ്വം അവരുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് അവരുടെ കുടുംബപരമായിട്ടും രോഗപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വളരെ ഭംഗിയായിട്ടാണ് കരുണാലയം ഈ രോഗികളെ മാനേജ് ചെയ്യുന്നതും ഇത് നടത്തിക്കൊണ്ട് പോകുന്നതും. വളരെ വൃത്തിയും സൗകര്യപ്രദവുമായൊരു ചുറ്റുപാടിൽ രോഗികൾക്ക് അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ എൻ്റർടൈൻമെൻറ്റ്സും മരുന്നുകളും ലഭ്യമാക്കുന്നതിനും കരുണാലയത്തിൻ്റെ സിസ്റ്റേഴ്സും ഈ കോൺവെൻറ്റും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്, പ്രയത്നിക്കുന്നുണ്ട്. അതുകൊണ്ട് കരുണാലയത്തിന് എപ്പോഴും നമുക്ക് തന്നെ അതിൽ കൂടുതൽ വരാനും ഒരു ഉത്സാഹം തോന്നുന്നതും സിസ്റ്റർമാരുടെ ഇത്രയും നല്ല രീതിയിലുള്ള സഹകരണ മനോഭാവവും നമ്മളെ വിളിക്കുകയും ഡോക്ടറെ ഇന്ന രോഗികൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അതിനുള്ള ഇത് നൽകണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരം നിരന്തരമായ റിക്വസ്റ്റിൻ്റെ ഫലമായിട്ട് തന്നെയാണ് കരുണാലയത്തിനായിട്ട് പ്രത്യേക പദ്ധതി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വയ്ക്കുകയും ഇത് നമ്മളിത് തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. എന്തായാലും കരുണാലയ നടത്തിപ്പിനും ഇതിനെയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ആരുമില്ലാത്ത രോഗികൾക്ക് ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് നമുക്കറിയാം. നമ്മുടെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയൊരു കോണിൽ ഒരല്പം എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ, തലച്ചോറിൽ ഒരു ചെറിയൊരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ ആർക്കും വേണ്ടാത്തവരായി മാറുന്നു. രോഗം മാറിയിട്ടും വീട്ടിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സോഷ്യൽ സ്റ്റിഗ്മയുടെ ഭാഗമായിട്ട് നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ സ്വീകരിക്കാത്തവരെയാണ് ഏറ്റവും നന്നായിട്ട് അവർ പരിപാലിക്കുന്നത്. അത്രയും ഉദാത്തമായൊരു മാതൃകയും കൂടെയാണ് കരുണാലയം. ഈ പ്രവർത്തനങ്ങൾ ഇനിയും തുടർ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് മുന്നേറട്ടെ എന്നും കരുണാലയത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എൻ്റെ പേര് വിനു ആണ്. ഞാൻ വേങ്ങോട് മലങ്കര കത്തോലിക്ക പള്ളിയടുത്താണ് താമസിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം മരണപ്പെട്ടിട്ട് നാളെ 4 വർഷം പൂർത്തിയാവുകയാണ്. എല്ലാ വർഷവും ഞാനിങ്ങനെ അന്നദാനം ഇവിടെ നടത്തുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് നടത്തുന്നത്. സാമൂഹ്യ പ്രവർത്തകർ വളരെയധികം ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. നല്ലവരായ നാട്ടുകാർ, ഉപകാരികൾ ഈ ഭവനത്തിന് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. ഒപ്പം തന്നെ ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹത്തിലെ സെൻറ്റ് മേരീസ് പ്രോവിൻസിലെ മദറും കൗൺസിലേഴ്സും മറ്റുള്ള സിസ്റ്റേഴ്സും ഈ ഭവനം സന്ദർശിക്കുകയും വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും വരുന്നു. ബഹുമാനപ്പെട്ട ജോൺസൺ കൊച്ചുതൊണ്ടിയിൽ അച്ഛൻ ഇപ്പോഴിവിടുത്തെ ഇടവക വികാരിയായിരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിൽ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഈ ഭവനത്തിന് വേണ്ടി കൃത്യമായിട്ട് അച്ഛൻ മുടക്കം കൂടാതെ ചെയ്തു വരുന്നു. ഈ ഭവനത്തിൻ്റെ സുപ്പീരിയർ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ രമ്യ തെരേസ് എല്ലാ കാര്യങ്ങളിലും ഈ ഭവനത്തിന് വേണ്ടി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ചെയ്തു തരുന്നുണ്ട്. ആയതിനാൽ 97 പേരും വളരെ സ്വസ്ഥമായി ശാന്തമായി മെഡിസിനോടുകൂടി ഈ ഭവനത്തിൽ ആയിരിക്കുന്നു. ഈ ഭവനത്തിൽ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ സന്തോഷമായിട്ട് ഈ ഭവനത്തിൽ ജീവിക്കുന്നു. ദൈവം തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ഭവനമാണ് എന്നാണ് ഏറ്റവും ഹൃദ്യതയോടെ എനിക്ക് പറയുവാൻ സാധിക്കുന്നത്.